ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീ ഉഗ്ര നരസിംഹായ നമ. കർക്കിടകം രാശിക്കാരുടെ 2025 ജൂൺ മാസഫലം. പുണർദം അവസാനത്തെ കാൽഭാഗം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങൾ. ജൂൺ മാസം 1-ാം തീയതിയിലെ ഗ്രഹനില പ്രകാരം ഇടവം രാശിയിൽ ബുധനും ആദിത്യനും, മിഥുനം രാശിയിൽ വ്യാഴവും, കർക്കിടകം രാശിയിൽ ചന്ദ്രനും ചൊവ്വയും, ചിങ്ങം രാശിയിൽ കേതുവും, കുംഭം രാശിയിൽ രാഹുവും, മീനം രാശിയിൽ ശനിയും, മേടം രാശിയിൽ ശുക്രനും നിൽക്കുന്നു. ജൂൺ 6-ന് ബുധൻ കർക്കിടകത്തിലേക്കും, ജൂൺ 7-ന് ചൊവ്വ ചിങ്ങത്തിലേക്കും, 15-ന് ആദിത്യൻ മിഥുനത്തിലേക്കും, 29-ന് ശുക്രൻ ഇടവത്തിലേക്കും സംക്രമണം നടത്തുന്നുണ്ട്. ജൂൺ 14-ാം തീയതി വരെ കർക്കിടകം രാശിയുടെ സർവാഭീഷ്ട സ്ഥാനമായ 11-ാം ഭാവത്തിൽ സൂര്യൻ സ്ഥിതി ചെയ്യുന്നതിനാൽ ധനവരവ് വർദ്ധിക്കുകയും ജോലി സംബന്ധമായ തടസ്സങ്ങളെല്ലാം മാറി ജോലിയിൽ ഉയർച്ചയും വ്യാപാരത്തിൽ നിന്നുമുള്ള അത്യധികമായ ധനവരവും ഉണ്ടാകുന്നതാണ്. വസ്ത്രലാഭം, സ്വർണ്ണാഭരണ ലാഭം തുടങ്ങിയവയും ലഭ്യമാകുന്നതാണ്. പുതിയ തൊഴിൽ ലഭ്യമാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ജൂൺ 15-ന് ശേഷം കർമ്മരംഗത്ത് സഹപ്രവർത്തകരുമായുള്ള അകൽച്ചയും മേലധികാരികളുടെ അപ്രീതിയും ഉണ്ടാവാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട സമയമാണ്. പ്രണയബന്ധങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാവാനുള്ള സാധ്യത കാണുന്നുണ്ട്. ദാമ്പത്യപരമായി ചില അസ്വാരസ്യങ്ങൾ ഉണ്ടാവാനിടയുള്ളതിനാൽ ജീവിത പങ്കാളിയുമായുള്ള ആശയവിനിമയം വളരെയധികം ശ്രദ്ധയോടെയാവേണ്ടതാണ്. സന്താന ദുഃഖം, ദ്രവ്യനാശം തുടങ്ങിയവയും രാഹുകേതുക്കളാൽ ഉണ്ടാവാനുള്ള സാധ്യത കാണുന്നുണ്ട്. ദോഷപരിഹാരാർത്ഥം സർപ്പദൈവങ്ങൾക്ക് ശക്തിക്കൊത്ത വഴിപാടുകൾ നടത്തുന്നതും ദേവീ ക്ഷേത്ര ദർശനം നടത്തി കാളി സഹസ്രനാമ സ്തോത്ര ജപം നടത്തുന്നതും ദോഷഫലങ്ങളെ ഇല്ലാതാക്കുന്നതാണ്. ശ്രീ ഉഗ്ര നരസിംഹമൂർത്തിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ചിങ്ങം രാശിക്കാരുടെ 2025 ജൂൺ മാസഫലം. മകം, പൂരം, ഉത്രം ആദ്യത്തെ കാൽഭാഗം. ജൂൺ മാസം 1-ാം തീയതിയിലെ ഗ്രഹനില പ്രകാരം ഇടവം രാശിയിൽ ബുധനും ആദിത്യനും, മിഥുനം രാശിയിൽ വ്യാഴവും, കർക്കിടകം രാശിയിൽ ചന്ദ്രനും ചൊവ്വയും, ചിങ്ങം രാശിയിൽ കേതുവും, കുംഭം രാശിയിൽ രാഹുവും, മീനം രാശിയിൽ ശനിയും, മേടം രാശിയിൽ ശുക്രനും നിൽക്കുന്നു. ജൂൺ 6-ന് ബുധൻ കർക്കിടകത്തിലേക്കും, ജൂൺ 7-ന് ചൊവ്വ ചിങ്ങത്തിലേക്കും, 15-ന് ആദിത്യൻ മിഥുനത്തിലേക്കും, 29-ന് ശുക്രൻ ഇടവത്തിലേക്കും സംക്രമണം നടത്തുന്നുണ്ട്. ആദ്യമായി എടുത്തു പറയേണ്ട രണ്ട് പ്രധാനപ്പെട്ട ഗ്രഹങ്ങളുടെ ഫലങ്ങളാണ്. ഒന്ന്, വ്യാഴം ചിങ്ങം രാശിക്കാരുടെ 11-ാം ഭാവത്തിൽ, അതായത് സർവാഭീഷ്ട ഫലപ്രദായകമായ രാശിയിലാണ് നിലകൊള്ളുന്നത്. എങ്കിലും അതിചാരത്തിലാണ് വ്യാഴം എന്നുള്ളതിനാൽ എന്തും വളരെ ധൃതി പിടിച്ച് ചെയ്തു തീർക്കാനുള്ള ഒരു പ്രവണത ഉണ്ടാവുന്നതാണ്. അത് ചിലപ്പോൾ ചെയ്യുന്ന കാര്യങ്ങളിൽ അപാകത ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ആയത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. രണ്ടാമത്തേത്, അഷ്ടമത്തിൽ ശനിയുണ്ട് എന്നതുകൊണ്ട് ചെറിയ കഷ്ടനഷ്ടങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടെങ്കിലും വ്യാഴം ഒട്ടുമിക്ക ബുദ്ധിമുട്ടുകളെല്ലാം ഇല്ലാതാക്കുന്നതാണ്. ജൂൺ 7-ാം തീയതി ചൊവ്വ ചിങ്ങം രാശിയിലേക്ക് എത്തിച്ചേരുന്നതാണ്. ആയതിനാൽ ജൂൺ 7-ാം തീയതിക്ക് ശേഷം നിങ്ങളുടെ കരിയറിലും ബിസിനസ്സിലും മികച്ച ഒരു വളർച്ച ഉണ്ടാവുന്നതാണ്. ശുക്രൻ മേടം രാശിയിൽ സ്ഥിതി ചെയ്യുന്നതിനാലും ചൊവ്വ ജൂൺ 7-ന് ചിങ്ങം രാശിയിലേക്ക് സംക്രമിക്കുന്നതിനാലും ജോലി സംബന്ധമായി വളരെയധികം ഉയർച്ച ഉണ്ടാവുന്നതാണ്. ജോലി നഷ്ടപ്പെട്ടവർക്കും ജോലി അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നവർക്കും ജോലി ലഭ്യമാവുന്നതാണ്. വ്യാഴത്തിന്റെ അതിചാരം മൂലം ധൃതി പിടിച്ചെടുക്കുന്ന ചില തീരുമാനങ്ങൾ ചിലപ്പോൾ ബിസിനസ് മേഖലയിൽ നഷ്ടം വരുത്താൻ സാധ്യതയുള്ളതിനാൽ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ജീവിത പങ്കാളിയുടെ ആരോഗ്യ കാര്യങ്ങളിൽ ഒരു പ്രത്യേക ശ്രദ്ധയുണ്ടാവേണ്ടതാണ്. ശനി സ്വന്തം നക്ഷത്രത്തിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ ദാമ്പത്യപരമായുള്ള ദോഷഫലങ്ങൾ പൊതുവെ കുറവായിരിക്കും. ജീവിത പങ്കാളിയുമായി വാഗ്വാദങ്ങളിൽ ഏർപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിലുള്ള ഉന്നത വിജയം ലഭ്യമാവുന്നതാണ്. ആരോഗ്യപരമായി ചിങ്ങം രാശിക്കാർക്ക് വളരെ നല്ല സമയമാണ്. രോഗദുരിതങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് യഥാസമയത്തുള്ള വൈദ്യസഹായത്താലും ഔഷധത്താലും നല്ല രീതിയിലുള്ള രോഗശമനം ഉണ്ടാവുന്നതായിരിക്കും. ശിവന് പിൻവിളക്ക്, കൂവളമാല, ജലധാര തുടങ്ങിയവയും കേതുർദോഷ പരിഹാരാർത്ഥം ഗണപതി ഹോമവും ഗണപതി ഭജനവും നടത്തേണ്ടതാണ്. ശ്രീ ഉഗ്ര നരസിംഹമൂർത്തിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി കന്നി രാശിക്കാരുടെ 2025 ജൂൺ മാസഫലം. ഉത്തരം അവസാനത്തെ മുക്കാൽ, അത്തം ചിത്തിര ആദ്യ പകുതി. ജൂൺ മാസം 1-ാം തീയതിയിലെ ഗ്രഹനില പ്രകാരം ഇടവം രാശിയിൽ ബുധനും ആദിത്യനും, മിഥുനം രാശിയിൽ വ്യാഴവും, കർക്കിടകം രാശിയിൽ ചന്ദ്രനും ചൊവ്വയും, ചിങ്ങം രാശിയിൽ കേതുവും, കുംഭം രാശിയിൽ രാഹുവും, മീനം രാശിയിൽ ശനിയും, മേടം രാശിയിൽ ശുക്രനും നിൽക്കുന്നു. ജൂൺ 6-ന് ബുധൻ കർക്കിടകത്തിലേക്കും, ജൂൺ 7-ന് ചൊവ്വ ചിങ്ങത്തിലേക്കും, 15-ന്
ആദിത്യൻ മിഥുനത്തിലേക്കും 29 ശുക്രൻ ഇടവത്തിലേക്കും സംക്രമണം നടത്തുന്നുണ്ട്. ആദ്യമായി എടുത്തു പറയേണ്ട രണ്ട് പ്രധാന ഗ്രഹങ്ങളുടെ ഫലങ്ങളാണ്. ഒന്ന്, വ്യാഴം ചിങ്ങരാശിക്കാരുടെ 10ാം ഭാവത്തിൽ, അതായത് കർമ്മരാശിയിലാണ് നിലകൊള്ളുന്നത്. എങ്കിലും അതിചാരത്തിലാണ് വ്യാഴം എന്നുള്ളതിനാൽ ജോലി ധൃതി പിടിച്ച് ചെയ്തു തീർക്കാനുള്ള ഒരു പ്രവണത ഉണ്ടാവുന്നതാണ്. അത് ചിലപ്പോൾ ചെയ്യുന്ന കാര്യങ്ങളിൽ അപാകത ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. മാത്രമല്ല, കണ്ടകശനിയുടെ പ്രഭാവത്തിലാണ് ഇപ്പോൾ കന്നിരാശിക്കാർ. ചെറിയ കഷ്ടനഷ്ടങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടെങ്കിലും നിങ്ങളുടെ ജാതകത്തിൽ ശനി ബലവാനായിരിക്കുകയാണെങ്കിൽ കണ്ടകശനി സമയമായാലും പ്രത്യേകിച്ച് ശനി തന്റെ സ്വന്തം നക്ഷത്രമായ ഉത്രട്ടാതിയിൽ ബലവാനായാണ് സ്ഥിതി ചെയ്യുന്നത് എന്നതിനാലും ദോഷഫലങ്ങൾ കുറഞ്ഞു തന്നെ ആയിരിക്കുന്നതാണ്. സ്വന്തം നക്ഷത്രത്തിൽ നിൽക്കുന്ന ശനി കൂടുതലും ശുഭഫലങ്ങളാണ് നൽകുന്നത്. ജൂൺ 7-ാം തീയതി ചൊവ്വ ചിങ്ങം രാശിയിലേക്ക് എത്തിച്ചേരുന്നതാണ്. ആയതിനാൽ ജൂൺ 7-ാം തീയതിക്ക് ശേഷം നിങ്ങളുടെ ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിക്കുന്നതാണ്. ജോലി സംബന്ധമായ പ്രമോഷൻ, നറുക്കെടുപ്പിലൂടെയുള്ള സാമ്പത്തിക വരവ് തുടങ്ങിയവയ്ക്ക് സാധ്യത കാണുന്നുണ്ട്. രാഹുവിന്റെ പ്രഭാവം മൂലം ജോലിയിൽ അലസത ഉണ്ടാവാൻ സാധ്യതയുള്ളതിനാൽ ജോലിയിലുള്ള അലസത ഒഴിവാക്കേണ്ടതാണ്. ബിസിനസ് ചെയ്യുന്നവർക്ക് വരുമാന വർധന ഉണ്ടാവുമെങ്കിലും ചിലവ് അധികരിക്കാതെ ശ്രദ്ധിക്കേണ്ടതാണ്. വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിൽ ഉന്നത വിജയം ലഭ്യമാവുന്നതാണ്. പുതിയ പ്രണയബന്ധങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. കന്നിരാശിക്കാരുടെ ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഇല്ലാതായിത്തീരുന്നതാണ്. വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വിവാഹത്തിനുള്ള തടസ്സങ്ങൾ മാറി വിവാഹം നടക്കുന്നതായിരിക്കും. ശിവന് കൂവളമാല, പിൻവിളക്ക്, ജലധാര, ശാസ്താവിന് നീലാഞ്ജനം തുടങ്ങിയ വഴിപാടുകളും വിഷ്ണു സഹസ്രനാമ ജപവും നടത്തുന്നത് ദോഷഫലങ്ങളെ ഇല്ലാതാക്കുന്നതാണ്. എല്ലാവർക്കും ശ്രീ ഉഗ്ര നരസിംഹമൂർത്തിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി തുലാം രാശിക്കാരുടെ 2025 ജൂൺ മാസ ഫലം. ചിത്തിര അവസാന പകുതി, ചോതി വിശാഖം ആദ്യത്തെ മുക്കാൽ. ജൂൺ മാസം 1-ാം തീയതിയിലെ ഗ്രഹനില പ്രകാരം ഇടവം രാശിയിൽ ബുധനും ആദിത്യനും, മിഥുനം രാശിയിൽ വ്യാഴവും, കർക്കിടകം രാശിയിൽ ചന്ദ്രനും ചൊവ്വയും, ചിങ്ങം രാശിയിൽ കേതുവും, കുംഭം രാശിയിൽ രാഹുവും, മീനം രാശിയിൽ ശനിയും, മേടം രാശിയിൽ ശുക്രനും നിൽക്കുന്നു. ജൂൺ 6-ന് ബുധൻ കർക്കിടകത്തിലേക്കും, ജൂൺ 7-ന് ചൊവ്വ ചിങ്ങത്തിലേക്കും, 15-ന് ആദിത്യൻ മിഥുനത്തിലേക്കും, 29-ന് ശുക്രൻ ഇടവത്തിലേക്കും സംക്രമണം നടത്തുന്നുണ്ട്. അതായത് ഭാഗ്യസ്ഥാനമായ 9-ാം ഭാവത്തിൽ വ്യാഴവും, 6-ൽ ശനിയും, 5-ൽ രാഹുവും, 8-ൽ ബുധനും ആദിത്യനുമാണ് സഞ്ചരിക്കുന്നത്. തുലാം രാശിക്കാർക്ക് ജൂൺ മാസത്തെ രാശിഫലം വളരെയധികം അനുകൂല ഫലങ്ങളാണ് ഉണ്ടാക്കുന്നത്. കുറേയേറെയായി എല്ലാ കാര്യങ്ങൾക്കും തടസ്സവും ബുദ്ധിമുട്ടുകളും അനുഭവിച്ചുകൊണ്ടിരുന്ന തുലാം രാശിക്കാരുടെ ഈ ജൂൺ മാസഫലം എല്ലാ തടസ്സങ്ങളും ഇല്ലാതാവുന്നതും പുതിയ പദ്ധതികൾ ആരംഭിച്ച് നടപ്പാക്കാനും സാധിക്കുന്നതുമാണ്. മാത്രമല്ല, സന്താന സൗഖ്യം ഉണ്ടാവുന്നതാണ്. വിദേശത്ത് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവുന്നതാണ്. തുലാം രാശിക്കാരുടെ ബിസിനസ് വളരെയധികം അഭിവൃദ്ധിപ്പെടുന്ന സമയവും കൂടിയാണ് ഈ ജൂൺ മാസം. 6-ാം ഭാവത്തിൽ നിൽക്കുന്ന ശനി വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിലും ഇന്റർവ്യൂകളിലും വിജയം ഉണ്ടാക്കാൻ ഉതകുന്നതാണ്. രാഹുവിന്റെയും ചൊവ്വയുടെയും ഗ്രഹസ്ഥിതി മൂലം പഠനത്തിൽ ചെറിയ അലസത ഉണ്ടാവാൻ സാധ്യതയുള്ളതിനാൽ വിദ്യാർത്ഥികൾ പഠനത്തിൽ കൂടുതലായി ശ്രദ്ധിക്കേണ്ടതാണ്. ദാമ്പത്യപരമായി സമ്മിശ്ര ഫലങ്ങളാണ് ഉണ്ടാവുന്നത്. ജൂൺ 6-ന് ശേഷം ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിക്കുന്നതാണ്. എങ്കിലും ഗുരുവിന്റെ അതിചാരം വേഗത്തിൽ എല്ലാ കാര്യങ്ങളും ചെയ്യാനായുള്ള ഒരു പ്രവണത ഉണ്ടാവുന്നതിനാൽ അത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. കൂടാതെ പണച്ചിലവുകൾ അധികരിക്കാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുന്നതിനായി ശ്രീ വിഷ്ണു സഹസ്രനാമ ജപവും വിഷ്ണു ക്ഷേത്ര ദർശനവും നടത്തേണ്ടതാണ്. എല്ലാവർക്കും ശ്രീ ഉഗ്ര നരസിംഹമൂർത്തിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വൃശ്ചികം രാശിക്കാരുടെ 2025 ജൂൺ മാസഫലം. വിശാഖം അവസാന പാദം, അനിഴം, തൃക്കേട്ട. ജൂൺ മാസം 1-ാം തീയതിയിലെ ഗ്രഹനില പ്രകാരം ഇടവം രാശിയിൽ ബുധനും ആദിത്യനും, മിഥുനം രാശിയിൽ വ്യാഴവും, കർക്കിടകം രാശിയിൽ ചന്ദ്രനും ചൊവ്വയും, ചിങ്ങം രാശിയിൽ കേതുവും, കുംഭൻ രാശിയിൽ രാഹുവും, മീനം രാശിയിൽ ശനിയും, മേടം രാശിയിൽ ശുക്രനും നിൽക്കുന്നു. ജൂൺ 6-ന് ബുധൻ കർക്കിടകത്തിലേക്കും, 7-ന് ചൊവ്വ ചിങ്ങത്തിലേക്കും, 15-ന് ആദിത്യൻ മിഥുനത്തിലേക്കും, 29-ന് ശുക്രൻ ഇടവത്തിലേക്കും സംക്രമണം നടത്തുന്നുണ്ട്. അതായത് അഷ്ടമത്തിൽ വ്യാഴവും, 5-ാം ഭാവത്തിൽ ശനിയും, 7-ാം ഭാവത്തിൽ ബുധനും ആദിത്യനും, ചൊവ്വ 9-ാം ഭാവം, 10-ാം ഭാവം എന്നീ രാശികളിലുമായാണ് സ്ഥിതി ചെയ്യുന്നത്. ഗുണദോഷ സമ്മിശ്ര ഫലങ്ങളാണ് വൃശ്ചികം രാശിക്കാർക്ക് ഈ ജൂൺ മാസത്തിൽ അനുഭവവേദ്യമാകുന്നത്. മനോവിഷമത്തിനും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും കുറച്ചൊക്കെ അനുഭവിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. വ്യാപാര വ്യവസായങ്ങളിൽ നിന്നുള്ള വരുമാനത്തിൽ ഒരു കുറവ് അനുഭവപ്പെട്ടേക്കാവുന്നതാണ്. എങ്കിലും ചൊവ്വയുടെ രാശിപ്രകാരം അപ്രതീക്ഷിത ധനയോഗം ഉണ്ടാവാനുള്ള സാധ്യതയും കാണുന്നുണ്ട്.
വൃശ്ചികം രാശിക്കാർക്ക് ഉദര സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത കാണുന്നതിനാൽ ആഹാര കാര്യങ്ങളിൽ ഒരു പ്രത്യേക ശ്രദ്ധ വേണ്ടതാണ്. ആരോഗ്യപരമായ ഒരു ഭക്ഷണശീലം നിങ്ങൾ തീർച്ചയായും പിന്തുടരേണ്ടതാണ്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ അലസത ഉണ്ടാവുന്നതിനാൽ മാതാപിതാക്കൾ വിദ്യാർത്ഥികളുടെ പഠന കാര്യങ്ങളിൽ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തേണ്ടതാണ്. ജൂൺ മാസത്തിൽ ദാമ്പത്യ ജീവിതം സുഖകരമായി മുൻപോട്ട് പോകുന്നതാണ്. വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുയോജ്യമായ ജീവിത പങ്കാളിയെ കണ്ടെത്താൻ സാധിക്കുന്നതാണ്. കടബാധ്യതകൾ തീർക്കാൻ സാധിക്കുന്നതാണ്. ദാനധർമ്മങ്ങളും ക്ഷേത്ര ദർശനവും ഈ മാസത്തിൽ സാധ്യമാവുന്ന എല്ലാ ദിവസങ്ങളിലും നടത്തേണ്ടതാണ്. എല്ലാവർക്കും ശ്രീ ഉഗ്ര നരസിംഹമൂർത്തിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി ധനുരാശിക്കാരുടെ 2025 ജൂൺ മാസ ഫലം. മൂലം, പൂരാടം, ഉത്രാടം ആദ്യത്തെ കാൽഭാഗം. ജൂൺ മാസം 1-ാം തീയതിയിലെ ഗ്രഹനില പ്രകാരം ഇടവം രാശിയിൽ ബുധനും ആദിത്യനും, മിഥുനം രാശിയിൽ വ്യാഴവും, കർക്കിടകം രാശിയിൽ ചന്ദ്രനും ചൊവ്വയും, ചിങ്ങം രാശിയിൽ കേതുവും, കുംഭം രാശിയിൽ രാഹുവും, മീനം രാശിയിൽ ശനിയും, മേടം രാശിയിൽ ശുക്രനും നിൽക്കുന്നു. ജൂൺ 6-ന് ബുധൻ കർക്കിടകത്തിലേക്കും, ജൂൺ 7-ന് ചൊവ്വ ചിങ്ങത്തിലേക്കും, 15-ന് ആദിത്യൻ മിഥുനത്തിലേക്കും, 29-ന് ശുക്രൻ ഇടവത്തിലേക്കും സംക്രമണം നടത്തുന്നുണ്ട്. വ്യാഴം 7-ൽ നിൽക്കുന്നതിനാൽ കുടുംബ സൗഖ്യവും, കൂടാതെ ജൂൺ 7-ന് ശേഷം ചൊവ്വ ചിങ്ങം രാശിയിലേക്ക് സംക്രമിക്കുന്നതിനാൽ ഭാഗ്യാതിരേകവും സത്കീർത്തിയും സംഭവിക്കുന്നതാണ്. എങ്കിലും ആരോഗ്യപരമായി കുറച്ച് ശ്രദ്ധ ചെലുത്തേണ്ടതാണ്. വ്യാപാര വ്യവസായങ്ങളിൽ നിന്നും സാമ്പത്തികാഭിവൃദ്ധി ഉണ്ടാവുന്നതാണ്. വിദേശത്തേക്ക് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് വിദേശ ജോലി ലഭ്യമാവുന്നതാണ്. ജൂൺ മാസത്തിന്റെ ആദ്യ പകുതിയിൽ ആദിത്യന്റെ പ്രഭാവത്താൽ ശത്രുനാശം, ധനലാഭം തുടങ്ങിയവ ഉണ്ടാവുന്നതാണ്. എന്നാൽ അവസാന പകുതിയിൽ ജീവിത പങ്കാളിക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങളും മനോവിഷമങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട്. ദോഷഫലങ്ങൾ ഇല്ലാതാക്കുന്നതിനായി ശിവന് ജലധാര, കൂവളമാല തുടങ്ങിയ വഴിപാടുകൾ നടത്തേണ്ടതാണ്. കൂടാതെ വിഷ്ണു സഹസ്രനാമം സാധ്യമാവുന്ന എല്ലാ ദിവസവും ജപിക്കേണ്ടതാണ്. എല്ലാവർക്കും ശ്രീ ഉഗ്ര നരസിംഹമൂർത്തിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി മകരം രാശിക്കാരുടെ 2025 ജൂൺ മാസ ഫലം. ഉത്രാടം അവസാനത്തെ മുക്കാൽ, തിരുവോണം, അവിട്ടം ആദ്യ പകുതി. ജൂൺ മാസം 1-ാം തീയതിയിലെ ഗ്രഹനില പ്രകാരം ഇടവം രാശിയിൽ ബുധനും ആദിത്യനും, മിഥുനം രാശിയിൽ വ്യാഴവും, കർക്കിടകം രാശിയിൽ ചന്ദ്രനും ചൊവ്വയും, ചിങ്ങം രാശിയിൽ കേതുവും, കുംഭം രാശിയിൽ രാഹുവും, മീനം രാശിയിൽ ശനിയും, മേടം രാശിയിൽ ശുക്രനും നിൽക്കുന്നു. ജൂൺ 6-ന് ബുധൻ കർക്കിടകത്തിലേക്കും, ജൂൺ 7-ന് ചൊവ്വ ചിങ്ങത്തിലേക്കും, 15-ന് ആദിത്യൻ മിഥുനത്തിലേക്കും, 29-ന് ശുക്രൻ ഇടവത്തിലേക്കും സംക്രമണം നടത്തുന്നുണ്ട്. 6-ാം ഭാവത്തിൽ നിൽക്കുന്ന ഗുരു അതിചാരിയായി 7-ാം ഭാവത്തിലേക്ക് ഒക്ടോബർ മാസത്തോടുകൂടി എത്തിച്ചേരുന്നതാണ്. ഈ അതിചാരത്താൽ, അതായത് ഇപ്പോൾ മിഥുനത്തിൽ നിൽക്കുന്ന ഗുരു കർക്കിടകം രാശിയിൽ 5 മാസം കൊണ്ട് പ്രവേശിക്കുന്നതാണ്. ആയതിനാൽ എന്ത് കാര്യവും വളരെ വേഗത്തിൽ ചെയ്തു തീർക്കാനുള്ള പ്രവണത ഒഴിവാക്കേണ്ടതാണ്. മാത്രമല്ല, 7-ര ശനി അവസാനിച്ചതിനാൽ മകരം രാശിക്കാരെ കർമ്മഫലപ്രിയനായ ശനിദേവൻ കർമ്മത്തിനനുസരിച്ചുള്ള ഫലങ്ങൾ നൽകി അനുഗ്രഹിക്കുന്നതാണ്. ഭാഗ്യസ്ഥാനാധിപനായ ബുധൻ മാസാരംഭത്തിൽ 5-ാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത്. ജൂൺ 6-ന് മിഥുനത്തിലേക്കും 22-ന് കർക്കിടകത്തിലേക്കും സഞ്ചരിക്കുന്നുണ്ട്. ഇക്കാരണത്താൽ ജൂൺ മാസത്തിലെ ഭാഗ്യസ്ഥിതികൾ നിങ്ങൾക്ക് വളരെയധികം അനുകൂലമായിരിക്കുന്നതാണ്. വിദേശ യാത്രാ യോഗം കാണുന്നുണ്ട്. വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിലുള്ള സാധ്യതയും കാണുന്നുണ്ട്. കൂടാതെ വിദേശ ജോലിക്കും സാധ്യതയുണ്ട്. കടബാധ്യതകൾ ഇല്ലാതാവുന്നതാണ്. ശത്രുദോഷം തീർത്തും ഇല്ലാതാവുന്നതാണ്. കോടതി വ്യവഹാരങ്ങളിൽ വിജയ സാധ്യതയും കാണുന്നുണ്ട്. ബന്ധുജന വിരോധം, മനപ്രയാസം തുടങ്ങിയവയ്ക്ക് സാധ്യതയുണ്ട്. അപ്രതീക്ഷിത ധനലാഭം ഉണ്ടാവുമെങ്കിലും ചെലവ് അധികരിക്കാതെ നോക്കേണ്ടതാണ്. വിഷ്ണു സഹസ്രനാമം എല്ലാ ദിവസവും ജപിക്കേണ്ടതാണ്. കലാപരമായുള്ളവർക്ക് വളരെ ഒരു നല്ല സമയമാണ് ഈ ജൂൺ മാസം. പുതിയ കലാപരമായ പരിപാടികളും പദ്ധതികളും ആവിഷ്കരിച്ച് നടപ്പാക്കാൻ സാധിക്കുന്നതാണ്. സിനിമ തുടങ്ങിയ മേഖലകളിലുള്ളവർക്ക് പുതിയ പ്രോജക്റ്റുകളുടെ ഭാഗഭാക്കാകാൻ സാധിക്കുന്നതാണ്. വീട് മോടി പിടിപ്പിക്കാനും സാധിക്കുന്നതാണ്. എല്ലാവർക്കും ശ്രീ ഉഗ്ര നരസിംഹമൂർത്തിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി കുംഭം രാശിക്കാരുടെ 2025 ജൂൺ മാസ ഫലം. അവിട്ടം അവസാന പകുതി, ചതയം, പൂരുരുട്ടാതി അവസാനത്തെ മുക്കാൽ. ജൂൺ മാസം 1-ാം തീയതിയിലെ ഗ്രഹനില പ്രകാരം ഇടവം രാശിയിൽ ബുധനും ആദിത്യനും, മിഥുനം രാശിയിൽ വ്യാഴവും, കർക്കിടകം രാശിയിൽ ചന്ദ്രനും ചൊവ്വയും, ചിങ്ങം രാശിയിൽ കേതുവും, കുംഭം രാശിയിൽ രാഹുവും, മീനം രാശിയിൽ ശനിയും, മേടം രാശിയിൽ ശുക്രനും നിൽക്കുന്നു. ജൂൺ 6-ന് ബുധൻ കർക്കിടകത്തിലേക്കും, ജൂൺ 7-ന് ചൊവ്വ ചിങ്ങത്തിലേക്കും, 15-ന് ആദിത്യൻ മിഥുനത്തിലേക്കും, 29-ന് ശുക്രൻ ഇടവത്തിലേക്കും സംക്രമണം നടത്തുന്നുണ്ട്. ഗുരുവിന്റെ രാശിമാറ്റം വളരെ വേഗത്തിലായതിനാൽ അതിചാരത്തിന്റെ പ്രഭാവത്തിൽ എല്ലാ കാര്യങ്ങളും വളരെ വേഗത്തിൽ തന്നെ ചെയ്തു തീർക്കാനുള്ള പ്രവണത
തീർത്തും ഒഴിവാക്കേണ്ടതാണ്. കർമ്മഫലപ്രദായകനായ ശനീശ്വരൻ 2ാം ഭാവത്തിൽ നിലകൊള്ളുന്നു. ഏഴര ശനിയുടെ അവസാന ഘട്ടമാണിപ്പോൾ. കുംഭം രാശിക്കാർക്ക് കർമ്മഫലത്തിനനുസരിച്ചാണ് ശനീശ്വരൻ ഫലം നൽകുന്നത് എന്നതിനാൽ ദാനധർമ്മങ്ങളും ശനീശ്വര ഭജനവും ചെയ്യുന്നത് വളരെ ഉത്തമമാണ്. ദോഷഫലങ്ങളെ ഇല്ലാതാക്കാനും സാധിക്കുന്നതാണ്. വിദേശയാത്രാ ഭാഗ്യം ഉണ്ടാവാനുള്ള സാധ്യത കാണുന്നുണ്ട്. ദാമ്പത്യപരമായ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ളതിനാൽ ശിവന് കുവളമാല, ജലധാര തുടങ്ങിയ വഴിപാടുകൾ ചെയ്യേണ്ടതാണ്. സുബ്രഹ്മണ്യ സ്വാമിക്ക് യഥാശക്തി വഴിപാടുകളും ചെയ്യേണ്ടതാണ്. എല്ലാവർക്കും ശ്രീ ഉഗ്ര നരസിംഹമൂർത്തിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി മീനം രാശിക്കാരുടെ 2025 ജൂൺ മാസഫലം. പൂരുരുട്ടാതി ആദ്യപാദം, ഉത്തരട്ടാതി രേവതി. ജൂൺ മാസം 1-ാം തീയതിയിലെ ഗ്രഹനില പ്രകാരം ഇടവം രാശിയിൽ ബുധനും ആദിത്യനും, മിഥുനം രാശിയിൽ വ്യാഴവും, കർക്കിടകം രാശിയിൽ ചന്ദ്രനും ചൊവ്വയും, ചിങ്ങം രാശിയിൽ കേതുവും, കുംഭം രാശിയിൽ രാഹുവും, മീനം രാശിയിൽ ശനിയും, മേടം രാശിയിൽ ശുക്രനും നിൽക്കുന്നു. ജൂൺ 6-ന് ബുധൻ കർക്കിടകത്തിലേക്കും, ജൂൺ 7-ന് ചൊവ്വ ചിങ്ങത്തിലേക്കും, 15-ന് ആദിത്യൻ മിഥുനത്തിലേക്കും, 29-ന് ശുക്രൻ ഇടവത്തിലേക്കും സംക്രമണം നടത്തുന്നുണ്ട്. ജന്മശനിയും വ്യാഴം 4-ാം ഭാവത്തിലും രാഹു 12-ാം ഭാവത്തിലും ആണ് ജൂൺ മാസാരംഭത്തിൽ. ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളാണ് മീനം രാശിക്കാർക്ക്. ജന്മശനി ആയതിനാൽ മനക്ലേശവും കാര്യതടസ്സവും ബന്ധുജന വിരോധവും മറ്റും അനുഭവിക്കേണ്ടി വന്നേക്കാവുന്നതാണ്. ജനന ജാതകം പരിശോധിച്ച് വ്യക്തമായ പരിഹാരക്രിയകൾ നടത്തുകയാണെങ്കിൽ ശനിദോഷം പൂർണ്ണമായും ഇല്ലാതാവുന്നതാണ്. ആരോഗ്യപരമായി വളരെയധികം ശ്രദ്ധിക്കേണ്ട സമയമാണ്. വിദേശ യാത്ര ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവുന്നതാണ്. പുതിയ ബിസിനസ് സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പായി വളരെയധികം ആലോചിക്കേണ്ടതാണ്. ജാതകവശാൽ അനുകൂലമല്ലാത്ത സമയത്ത് പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കാൻ ശ്രമിക്കുമ്പോൾ നഷ്ടം സംഭവിക്കാൻ ഇടയുണ്ട്. എല്ലാ ശനിയാഴ്ചകളിലും വീട്ടിലോ ശാസ്താക്ഷേത്രത്തിലോ നീലാഞ്ജനം വഴിപാട് നടത്തേണ്ടതാണ്. നീലാഞ്ജന സമാഭാസം രവിപുത്രം യമാഗ്രജം ഛായാമാർത്താണ്ഡ സംഭൂതം തം നമാമി ശനീശ്വരം എന്ന ശനീശ്വര സ്തോത്രം 108 തവണ എങ്കിലും ദിവസം തോറും ജപിക്കേണ്ടതാണ്. യോഗ, ധ്യാനം, പ്രാണായാമം തുടങ്ങിയവ പരിശീലിക്കുന്നത് മനോനിയന്ത്രണത്തിൽ തികച്ചും അനുയോജ്യമാണ്. എല്ലാവർക്കും ശ്രീ ഉഗ്ര നരസിംഹമൂർത്തിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി മേടം രാശിക്കാരുടെ 2025 ജൂൺ മാസഫലം. അശ്വതി, ഭരണി, കാർത്തിക ആദ്യപാദം. ജൂൺ മാസം 1-ാം തീയതിയിലെ ഗ്രഹനില പ്രകാരം ഇടവം രാശിയിൽ ബുധനും ആദിത്യനും, മിഥുനം രാശിയിൽ വ്യാഴവും, കർക്കിടകം രാശിയിൽ ചന്ദ്രനും ചൊവ്വയും, ചിങ്ങം രാശിയിൽ കേതുവും, കുംഭം രാശിയിൽ രാഹുവും, മീനം രാശിയിൽ ശനിയും, മേടം രാശിയിൽ ശുക്രനും നിൽക്കുന്നു. ജൂൺ 6-ന് ബുധൻ കർക്കിടകത്തിലേക്കും, ജൂൺ 7-ന് ചൊവ്വ ചിങ്ങത്തിലേക്കും, 15-ന് ആദിത്യൻ മിഥുനത്തിലേക്കും, 29-ന് ശുക്രൻ ഇടവത്തിലേക്കും സംക്രമണം നടത്തുന്നുണ്ട്. യാതൊരു കാര്യവും വളരെ വേഗത്തിൽ ചെയ്തു തീർക്കാൻ ശ്രമിക്കരുത്. അത് ചിലപ്പോൾ ധനനഷ്ടവും സമയനഷ്ടവും സംഭവിക്കാൻ സാധ്യത കാണുന്നുണ്ട്. ആരോഗ്യപരമായി വളരെയധികം ശ്രദ്ധിക്കേണ്ട സമയമാണിത്. ഏത് ചെറിയ അസുഖം വന്നാൽ പോലും ഉടൻ തന്നെ വൈദ്യസഹായം തേടേണ്ടതാണ്. മേടം രാശിയിൽപ്പെട്ട 20 വയസ്സ് കഴിഞ്ഞ എല്ലാവരും ആരോഗ്യത്തിൽ വളരെയധികം ശ്രദ്ധ ചെലുത്തേണ്ടതാണ്. ജീവിത പങ്കാളിയിൽ നിന്നും നല്ല ഉപദേശങ്ങളും സാമ്പത്തിക സഹായങ്ങളും ലഭ്യമാവുന്നതാണ്. ധനവരവ് അധികരിക്കുമെങ്കിലും അതിവേഗം തന്നെ ചെലവ് അധികരിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതായത് വളരെ വേഗത്തിൽ തന്നെ പണം ചെലവഴിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. വളരെയധികം ജോലികൾ സമയബന്ധിതമായി ചെയ്തു തീർക്കുവാനുണ്ടെങ്കിലും അത് വളരെ പെട്ടെന്ന് ചെയ്തു തീർക്കാൻ ശ്രമിക്കുന്നത് ജോലിയിൽ തെറ്റുകൾ സംഭവിക്കാനിടയുള്ളതിനാൽ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ ചെലുത്തുവാൻ സാധിക്കാതെ വരുന്നത് മൂലം പരീക്ഷകളിൽ പരാജയ ഭീതി ഉണ്ടാവാനുള്ള സാധ്യതയുള്ളതിനാൽ മാതാപിതാക്കൾ തങ്ങളുടെ മക്കളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ ഒരു പ്രത്യേക ശ്രദ്ധ വേണ്ടതാണ്. ദാമ്പത്യപരമായി ചില അസ്വാരസ്യങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. മേടം രാശിക്കാർ കുടുംബ ബന്ധത്തിൽ വിട്ടുവീഴ്ച മനോഭാവം കാണിക്കേണ്ടത് ജൂൺ മാസത്തിലെ ഗ്രഹനില സ്ഥിതി അനുസരിച്ച് വളരെ അത്യന്താപേക്ഷിതമാണ്. പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് അനുയോജ്യമായ ജോലി ലഭ്യമാവുന്നതാണ്. വിദേശ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ഉയർന്ന ശമ്പളത്തോടു കൂടി ജോലി ലഭ്യമാകാനും സാധ്യത കാണുന്നുണ്ട്. എല്ലാവർക്കും ശ്രീ ഉഗ്ര നരസിംഹമൂർത്തിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി ഇടവൻ രാശിക്കാരുടെ 2025 ജൂൺ മാസഫലം. കാർത്തിക അവസാനത്തെ മുക്കാൽ ഭാഗം, രോഹിണി, മകയിരം ആദ്യ പകുതി. ജൂൺ മാസം 1-ാം തീയതിയിലെ ഗ്രഹനില പ്രകാരം ഇടവൻ രാശിയിൽ ബുധനും ആദിത്യനും, മിഥുനം രാശിയിൽ വ്യാഴവും, കർക്കിടകം രാശിയിൽ ചന്ദ്രനും ചൊവ്വയും, ചിങ്ങം രാശിയിൽ കേതുവും, കുംഭം രാശിയിൽ രാഹുവും, മീനം രാശിയിൽ ശനിയും, മേടം രാശിയിൽ ശുക്രനും നിൽക്കുന്നു.
ജൂൺ 6 ബുധൻ കർക്കിടകത്തിലേക്കും, ജൂൺ 7 ചൊവ്വ ചിങ്ങത്തിലേക്കും, 15 ആദിത്യൻ മിഥുനത്തിലേക്കും, 29 ശുക്രൻ ഇടവത്തിലേക്കും സംക്രമണം നടത്തുന്നുണ്ട്. ആരോഗ്യപരമായ ഒരു ശ്രദ്ധ വേണ്ട മാസമാണ് ഈ ജൂൺ മാസം. പഴകിയ ആഹാര പദാർത്ഥങ്ങൾ തികച്ചും വർജിക്കേണ്ടതാണ്. വിദ്യാർത്ഥികൾക്ക് വളരെ മികച്ച ഒരു സമയമാണ് ഈ ജൂൺ മാസം. പരീക്ഷകളിലുള്ള ഉന്നത വിജയവും വിദേശത്ത് സ്കോളർഷിപ്പോടുകൂടി ഉപരിപഠനം നടത്താൻ സാധിക്കുകയും ചെയ്യുന്നതുമാണ്. ചൊവ്വയുടെ ഗ്രഹസംക്രമണത്തിന് ശേഷം, അതായത് ജൂൺ 7 ശേഷം കർമ്മമണ്ഡലം വളരെ ഊർജിതമാകുന്നതും കർമ്മമേഖല ഉയർച്ചയിൽ എത്തുന്നതുമാണ്. വസ്തു ക്രയവിക്രയത്തിലൂടെ ഉയർന്ന രീതിയിലുള്ള ഒരു ധനവരവ് ലഭ്യമാകുന്നതാണ്. പുതിയ പല പദ്ധതികളും ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് ഈ ജൂൺ 7 ശേഷം നിങ്ങളെ കാത്തിരിക്കുന്നത്. സർവാഭീഷ്ട ഫലദായക രാശിയായ 11-ാം ഭാവത്തിൽ ശനിദേവൻ സർവൈശ്വര്യം കനിഞ്ഞ് അനുഗ്രഹിച്ചു നിൽക്കുന്നതിനാൽ എന്താഗ്രഹിച്ചാലും നടക്കുന്ന ഒരു സമയമാണിത്. ഊഹ കച്ചവടത്തിൽ നിന്നും വരുമാനം ലഭ്യമാകുന്നതാണ്. ജോലി സംബന്ധമായി പ്രമോഷനും ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് സ്ഥലം മാറ്റവും ലഭ്യമാകാൻ സാധ്യതയുണ്ട്. സമ്പത്തും സത്കീർത്തിയും അംഗീകാരവും മാത്രമല്ല, ലോട്ടറി നറുക്കെടുപ്പിലൂടെയും ഭാഗ്യവും അതിലൂടെ പെട്ടെന്നുള്ള സാമ്പത്തിക വരുമാനവും ലഭ്യമാകുന്നതിന് വളരെയധികം സാധ്യത കാണുന്നുണ്ട്. കർമ്മ തടസ്സങ്ങളെല്ലാം മാറി കർമ്മപുഷ്ടി ഉണ്ടാവുന്നതാണ്. പൊതുവെ പറഞ്ഞാൽ വളരെയധികം ഗുണാനുഭവങ്ങൾ ഉണ്ടാവുന്ന ഒരു മാസമാണ് ഈ ജൂൺ മാസം. കലാരംഗത്തും രാഷ്ട്രീയ രംഗത്തും പ്രവർത്തിക്കുന്നവർക്ക് ഏറ്റവും അനുകൂലമായ സമയമാണിത്. ഐശ്വര്യവർദ്ധനവിന് ശനീശ്വര ഭജനവും വിഷ്ണു സഹസ്രനാമ ജപവും നടത്തേണ്ടതാണ്. എല്ലാവർക്കും ശ്രീ ഉഗ്ര നരസിംഹമൂർത്തിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി മിഥുനം രാശിക്കാരുടെ 2025 ജൂൺ മാസഫലം. മകയിരം അവസാന പകുതി, തിരുവാതിര പുണർദം ആദ്യത്തെ മുക്കാൽ ഭാഗം. ജൂൺ മാസം 1-ാം തീയതിയിലെ ഗ്രഹനില പ്രകാരം ഇടവൻ രാശിയിൽ ബുധനും ആദിത്യനും, മിഥുനം രാശിയിൽ വ്യാഴവും, കർക്കിടകം രാശിയിൽ ചന്ദ്രനും ചൊവ്വയും, ചിങ്ങം രാശിയിൽ കേതുവും, കുംഭം രാശിയിൽ രാഹുവും, മീനം രാശിയിൽ ശനിയും, മേടം രാശിയിൽ ശുക്രനും നിൽക്കുന്നു. ജൂൺ 6 ബുധൻ കർക്കിടകത്തിലേക്കും, ജൂൺ 7 ചൊവ്വ ചിങ്ങത്തിലേക്കും, 15 ആദിത്യൻ മിഥുനത്തിലേക്കും, 29 ശുക്രൻ ഇടവത്തിലേക്കും സംക്രമണം നടത്തുന്നുണ്ട്. ആദിത്യന്റെ രാശിപ്രകാരം കാര്യതടസ്സങ്ങളും ബന്ധുവിജന വിരോധവും ഉണ്ടാവാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഗുണദോഷ സമ്മിശ്രമായുള്ള ഫലങ്ങളാണ് ജൂൺ മാസത്തിൽ മിഥുനം രാശിക്കാർക്ക് ഉണ്ടാവാൻ പോകുന്നത്. സന്താനങ്ങൾ വഴി മനോദുഃഖം ഉണ്ടാവാം. വിദേശത്തേക്ക് പോകുന്നവർ മുൻകൂറായി പണം നൽകുമ്പോൾ വളരെ ശ്രദ്ധിച്ചു വേണം നൽകേണ്ടത്. അല്ലെങ്കിൽ ചിലപ്പോൾ പണം നഷ്ടപ്പെടാനും അതുവഴി മാനസിക പ്രയാസം ഉണ്ടാവാനും സാധ്യതയുണ്ട്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർ വളരെ ശ്രദ്ധിച്ചു വേണം പുതുതായി എന്തെങ്കിലും പദ്ധതികളിൽ പണം മുടക്കേണ്ടത്. ജൂൺ 7 വരെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിൽ വിജയവും ആഗ്രഹിച്ച സ്ഥലത്ത് അഡ്മിഷനും മറ്റും ലഭ്യമാകാൻ സാധ്യത കൂടുതലാണ്. 7-ാം ഭാവാധിപനായ ഗുരു ഇപ്പോൾ ജന്മരാശിയിൽ നിൽക്കുന്നു. ആയതിനാൽ ജീവിത പങ്കാളിയുമായി വളരെ രമ്യതയിൽ തന്നെ ഈ ജൂൺ മാസം മുഴുവനും കഴിയുന്നതാണ്. നേരത്തെ ഉണ്ടായിരുന്ന ചില പിണക്കങ്ങളും മറ്റും ഇല്ലാതാവുന്നതുമാണ്. എങ്കിലും ജൂൺ 15 ശേഷം ആദിത്യന്റെ ഗ്രഹപ്രകർച്ച മൂലം ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാനിടയുള്ളതിനാൽ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. വ്യാഴത്തിന്റെ അതിചാരത്താൽ എല്ലാ കാര്യങ്ങളും ധൃതി പിടിച്ച് ചെയ്യാനുള്ള ഒരു പ്രവണത ഉണ്ടാവുന്നത് വളരെ നിയന്ത്രിക്കേണ്ടതാണ്. കൂടാതെ വ്യാഴപ്രീതിക്കായി ഭാഗ്യസൂക്ത വഴിപാടും സർപ്പപ്രീതിക്കായി ശക്തിക്കൊത്ത വഴിപാടുകളും നടത്തേണ്ടതാണ്. ശ്രീ വിഷ്ണു സഹസ്രനാമം സാധ്യമാവുന്ന എല്ലാ ദിവസവും ജപിക്കേണ്ടതാണ്. എല്ലാവർക്കും ശ്രീ ഉഗ്ര നരസിംഹമൂർത്തിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.